ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ പിസ്സയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ഓൾറെഡി പിസ്സ ഇട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ ബട്ടർ ചിക്കൻ്റെ അല്ല ചെയ്തത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീടുകളിലൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് ഓവനിലാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള പാനിലായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനിയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സപ്പോർട്ടൊക്കെ ചെയ്യാനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതൊന്ന് കമൻറ്റ് ബോക്സ് അടിയിൽ തന്നെ ഉണ്ട്, അപ്പോൾ കമൻറ്റ് ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരല്പം ചെറു ചൂടുവെള്ളത്തിലാണ് കേട്ടോ. നമുക്ക് വലിയ ഹോട്ട് വാട്ടർ ആയിരിക്കരുത്, ചെറു ചൂടുവെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ ഈസ്റ്റ്. അതും ഇതേപോലെ തന്നെ നമ്മളൊന്ന് അലിയിച്ച് അതിനോട് ചേർക്കാണ്. ചെറു ചൂടുവെള്ളമാണെങ്കിൽ ഈസ്റ്റ് പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ചെറിയ ചൂടുവെള്ളം എടുക്കുന്നത്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും പിന്നെ നമ്മൾ ആ കുറച്ച് വെള്ളം കൂടി, ആ ചെറിയ ചൂടുവെള്ളം കൂടി ഉള്ളത് ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഴയ്ക്കാൻ ആരംഭിക്കാം. ഇത് മുഴുവൻ പാലല്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്, ഹാഫാണ്. പകുതി വെള്ളവും പകുതി പാലാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇത് മൊത്തം ഉപയോഗിക്കണമെന്നില്ല, നമുക്ക് ആവശ്യത്തിന് എടുത്ത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ കുഴക്കണ പരുവം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ കുഴയൊക്കെ അത്യാവശ്യം ഉണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ലേ, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. നല്ലത് കണ്ടോ, നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പൊങ്ങി വരണം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇനി നമ്മളിത് ഒരു 1.5 മണിക്കൂർ വെക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു പൊടിക്ക് വെളിച്ചെണ്ണ അതിൻ്റെ മേളിൽ നമ്മൾ പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്കൊരു അല്പം ഓയിൽ ഞാൻ തേച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബൗളിൽ ഇട്ടിട്ട് നമ്മളൊന്ന് റാപ്പ് ചെയ്ത് വെക്കാൻ വേണം. അപ്പോൾ നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ തേക്കാം. ഓയിലുണ്ടോ ഞാൻ തേക്കുന്നത്. ഇനി നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മളിനി ഒന്നൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇനി ഞാൻ 1.5 മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ബട്ടർ ചിക്കൻ നമുക്ക് പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നതൊന്നും കാര്യമായിട്ട് കാണിക്കുന്നില്ല. അതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആയതുകൊണ്ട് ഞാൻ കാർഡായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതിൻ്റെ റെസിപ്പി ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ കാർഡാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഈ റെസിപ്പിയിലേക്ക് പോകും. അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് ആ വീഡിയോ കാണാം. ഞാനിപ്പോൾ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിതൊന്ന് അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്തിട്ട് അരിച്ച ഗ്രേവിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ആവശ്യത്തിന് ഗ്രേവി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് മാത്രം ചിക്കനിട്ട് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കണത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഡോ നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കിട്ടണം, എന്നാൽ മാത്രമാണ് സോഫ്റ്റ് ബേസ് കിട്ടുള്ളൂ നമുക്ക്. ഇനി നമുക്കിതൊന്ന് രണ്ടാക്കാം. നമ്മൾ 2 പിസ്സ നമുക്ക് ചെയ്യാം. ഒരു ഭാഗം നമുക്ക് എടുത്തു വെച്ചിട്ട് ഒരല്പം പൊടി ഞാൻ വിതറിയുണ്ട് കേട്ടോ, നമ്മൾ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ഇത് ഫുള്ളായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് പരത്തിയെടുക്കാം കേട്ടോ. ഇതേപോലെ പരത്തിയെടുക്കോ, അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി കോല് വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ട് പരത്തിയെടുക്കോ, നമ്മളെങ്ങനെ കംഫർട്ടബിളോ അതേപോലെ നമുക്കൊന്ന് പരത്തിയെടുത്താൽ മതി.
ഇനി നമുക്കിതുപോലെ അരികൊന്ന് ഇതേപോലെ തന്നെ പിടിച്ചു കൊടുക്കണം. നമ്മുടെ ക്രസ്റ്റിന് ഭംഗിയും അത് നമ്മൾ വെജിറ്റബിളൊക്കെ പുറത്ത് പോകാണ്ടൊക്കെ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇടാൻ പറ്റും. ഇനി നമുക്കിതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് എല്ലാ സ്ഥലത്തും ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് എയറേഷൻ കിട്ടും. അപ്പോൾ ആ ബേസിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി തന്നെയാണ് കേട്ടോ പിസ്സ സോസ് ആയിട്ട് ഉപയോഗിക്കുക. നമ്മൾ വേറെ പിസ്സ സോസ്, ടൊമാറ്റോൻ്റെ പിസ്സ സോസും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം ഒന്ന് കുറുക്കിയെടുത്താണ് നമ്മൾ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി. ഇതുപോലെ സോസ് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മേളിലേക്ക് ആക്കരുത്. നമ്മൾ നേരത്തെ അരികു പിടിച്ച സ്ഥലത്തേക്ക് സോസ് തേക്കരുത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ചീസ് ഇട്ട് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഗ്രേറ്റഡ് മോസറല്ലയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്പെഷ്യൽ മോസറല്ല ചീസ് ഫോർ പിസ്സയാണത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിസ്സയ്ക്ക് നല്ല ടേസ്റ്റ് വരും കേട്ടോ. ഇനി നമ്മൾ കുറച്ച് റെഡ് ക്യാപ്സിക്കും കുറച്ച് ഒനിയനും കൂടി, റെഡ് ഒനിയനുമാണ് ഒന്ന് അതിൻ്റെ മേളിലിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബട്ടർ ചിക്കൻ ആഡ് ചെയ്യാൻ പോണേ. നമ്മൾ ഓൾറെഡി ഡ്രൈ ആയിട്ട് തന്നെയാണ് ബട്ടർ ചിക്കൻ എടുത്തത്. അതിൻ്റെ ഗ്രേവി നമ്മൾ സ്പ്രെഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ കഷ്ണങ്ങൾ സെപ്പറേറ്റ് തന്നെ നമുക്ക് ഇടാം. ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട കുത്തി ഇടാതെ ഒറ്റയായിട്ട് കിടക്കാൻ കരുതി ഇടുക. ഇനി കൂടുതൽ ഒരുമിച്ച് വീഴാണെങ്കിൽ തന്നെ ആ സ്പൂൺ കൊണ്ട് ഒന്ന് അകത്തി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അത്യാവശ്യം എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേളിൽ ഒരല്പം ചീസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് ചീസ് കൂടുതൽ ഇട്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ബട്ടർ ചിക്കൻ പിസ്സ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്താൽ മതി. ഒരു 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ നമ്മളൊരു 25 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ക്രസ്റ്റ് നോക്കിയാൽ നമുക്കൊന്ന് അറിയാൻ പറ്റും. ഈ ക്രസ്റ്റ് ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നവരെ നമുക്കറിയാലോ, നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് ബേക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ ചീസ് ഒന്ന് നന്നായിട്ട് ഇതിനോട് ചേർന്ന് മെൽറ്റ് ആവുന്നവരെയൊക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അതിനൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മുടെ പിസ്സ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പിസ്സ കട്ടർ ഉണ്ട്. അപ്പോൾ പിസ്സ കട്ടർ വെച്ചിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നല്ല അടിപൊളി പിസ്സ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല കിടു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ബട്ടർ ചിക്കൻ പിസ്സയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാർക്കൊക്കെ ഒന്ന്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.